ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സമീപകാലത്തെ ഏറ്റവും മോശം തുടക്കമാണ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം 11 മത്സരങ്ങൾ കളിച്ചിട്ട് അതിൽ 6 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഹോം മത്സരത്തിലും എവേ മത്സരത്തിലും ഒരുപോലെ പരാജയപ്പെടുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകരുടെ ക്ഷമയൊക്കെ ഇപ്പോൾ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ക്ലബ്ബ് മാനേജ്മെന്റിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കിടയിൽ തന്നെ പലവിധ അഭിപ്രായങ്ങളുമുണ്ട്. അതിലൊന്ന് പരിശീലകനായ മിഖേൽ സ്റ്റാറയെ പുറത്താക്കണം എന്നാണ്. അദ്ദേഹത്തിന്റെ ആക്രമണ ശൈലി കേരള ബ്ലാസ്റ്റേഴ്സിൽ വർക്കാവുന്നില്ല എന്നാണ് ഒരു കൂട്ടം ആരാധകർ വിലയിരുത്തുന്നത്. ബ്ലാസ്റ്റേഴ്സ് നന്നായി അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫൈനൽ തേർഡിൽ ലഭിക്കുന്ന അവസരങ്ങൾ മുതലെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ദൗർബല്യം അത് ഡിഫൻസ് തന്നെയാണ്. ആക്രമണത്തിന് മുൻതൂക്കം നൽകുന്ന സ്റ്റാറെ പ്രതിരോധം പാടെ മറക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാറയെ പുറത്താക്കി മറ്റൊരു പരിശീലകനെ കൊണ്ടുവന്നാൽ ഒരു പരിധി വരെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്നാണ് ഒരു കൂട്ടം ആരാധകർ ഇപ്പോൾ വാദിക്കുന്നത്, അങ്ങനെ വിശ്വസിക്കുന്നത്. എന്നാൽ ഇതിനെ എതിർക്കുന്ന മറ്റൊരു കൂട്ടം ആരാധകരെയും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും. അതായത് സ്റ്റാറയെ പുറത്താക്കിയത് കൊണ്ട് കാര്യമില്ല എന്നാണ് ഈ വിഭാഗം ആരാധകർ വാദിക്കുന്നത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അത് പരിശീലകനായ മിഖേൽ സ്റ്റാറയല്ല, മറിച്ച് ക്ലബ്ബ് മാനേജ്മെന്റും താരങ്ങളുമാണ് എന്നാണ് ഇവരുടെ അഭിപ്രായം. മികച്ച താരങ്ങളെ വിറ്റഴിക്കുന്ന പകരം മികച്ച താരങ്ങളെ കൊണ്ടുവരാൻ മടിക്കുന്ന ക്ലബ്ബ് മാനേജ്മെന്റ് ആണ് ആദ്യം മാറേണ്ടത് എന്നാണ് ഈ ഒരു കൂട്ടർ ഇപ്പോൾ വാദിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സ്ക്വാഡ് ദുർബലമാണ്. അതിപ്പോൾ ഈ സീസൺ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ പലരും വിലയിരുത്തിയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഒരു മികച്ച താരമില്ല, റൈറ്റ് വിങ് ഫോർവേഡിൽ പരിചയസമ്പത്തുള്ള ഒരു മികച്ച താരമില്ല, അതൊക്കെ ദുർബലമാണ്. ഒരു മികച്ച ഇന്ത്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ടീമിനകത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ പ്രതിരോധത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ മോശമാണ്. ഇങ്ങനെ ടീമിനകത്താണ് പ്രശ്നം, അല്ലാതെ പരിശീലകനെ മാത്രം മാറ്റിയത് കൊണ്ട് കാര്യമില്ല എന്നാണ് ഒരു വിഭാഗം ആരാധകർ ഇപ്പോൾ വാദിക്കുന്നത്. ഏതായാലും ആരാധകർക്കിടയിലെ ഈ ഒരു തർക്കം മുറുകുകയാണ്. മഞ്ഞപ്പട ഉൾപ്പെടെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒട്ടുമിക്ക ആരാധക കൂട്ടായ്മകളും വലിയ പ്രതിഷേധ പരിപാടികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പോസിറ്റീവായ ഒരു റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ആരാധകർ ക്ലബിനെ പൂർണ്ണമായും കൈവിടാൻ തന്നെയാണ് സാധ്യതകൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.